കേരളത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി UDF കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നു. അവരുടെ ഒരുക്കങ്ങളെല്ലാം നേരത്തെ തന്നെ തുടങ്ങി എന്നുള്ളതാണ് UDF ക്യാമ്പിൽ നിന്നുള്ള അവകാശവാദങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു വാർത്ത അത് കേരള കോൺഗ്രസിനെയും സംബന്ധിച്ച ഒരു വാർത്തയാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തോട് പറയുന്നു, നിങ്ങളുടെ സീറ്റുകളിൽ, നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന സീറ്റുകളിൽ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മാത്രം മത്സരിപ്പിക്കണമെന്നുള്ളത്. നിലവിൽ മുന്നണി 10 സീറ്റുകളാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകിയിട്ടുള്ളത്. അത് അപ്പം ഇന്ന് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത് ഇടുക്കിയും എറണാകുളത്തെ കോതമംഗലം പോലെയുള്ള സീറ്റുകളിൽ മത്സരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥികൾ അവർ ജയസാധ്യത ഇല്ലെങ്കിൽ അവരെ പിന്മാറ്റണം എന്നുള്ളതൊക്കെയാണ്. അപ്പം അതിനകത്ത് പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, മുന്നണി മര്യാദകളുടെ പ്രശ്നങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. കാരണം 10ഓളം സീറ്റ് നൽകിയ ഒരു പാർട്ടിക്ക് പൊടുന്നനെ ആ സീറ്റുകൾ ഒരുപക്ഷെ കോൺഗ്രസ് തിരിച്ചെടുക്കും എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തിരിച്ചെടുക്കുകയാണെങ്കിൽ അത് ആ മുന്നണി മര്യാദകൾ ഏത് രീതിയിലായിരിക്കണം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ ബാധിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, 100+ സീറ്റ് നേടി ഞങ്ങൾ അധികാരത്തിലെത്തുമെന്നുള്ള ഒരു കോൺഗ്രസ് അല്ലെങ്കിൽ UDF ക്യാമ്പിൻ്റെ തന്നെ അവകാശവാദത്തിന് കുറച്ചുകൂടെ ഒന്ന് അടുത്ത് നിൽക്കാൻ, അല്ലെങ്കിൽ വളരെ സീരിയസ് ആയി കാണാൻ, അത് കയ്യിൽ നിന്ന് പോകാൻ സാധ്യതയുള്ള സീറ്റുകൾ കുറച്ചുകൂടെ ഒന്ന് കയ്യിലേക്ക് എടുക്കാം എന്നുള്ള കരുതലായിട്ട് നമുക്ക് തന്നെ കാണാം. അപ്പോൾ ജിംസ്, അതിനെങ്ങനെയാണ് വ്യാഖ്യാനിക്കാൻ സാധിക്കുക? 100+ സീറ്റ് വാങ്ങി അധികാരത്തിലേക്ക് എത്തണമെന്നുള്ള ഒരു കോൺഗ്രസ് സീറ്റ് UDFൻ്റെ ആണെങ്കിൽ പോലും അത് കോൺഗ്രസിനത് വളരെ നിർണായകമായ റോളുണ്ടല്ലോ. അപ്പോൾ കോൺഗ്രസിൻ്റെ കരുതലായി കാണാൻ കഴിയുമോ? കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം LDFൽ മത്സരിക്കുകയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം UDFൽ മത്സരിക്കുകയും ചെയ്തു. മാണി വിഭാഗത്തേക്കാൾ ഏതാണ്ട് ഇരട്ടിയോളം സീറ്റുകളാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേടിയത്. അപ്പോൾ അത് ജോസഫ് വിഭാഗത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റായിട്ട് കാണാമോ, അതല്ല അത് UDFന് അനുകൂലമായ തരംഗത്തിൽ ജോസഫ് വിഭാഗം രക്ഷപ്പെട്ടു പോയതാണോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. ഇപ്പോൾ കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റിലാണ് ജോസഫ് വിഭാഗം മത്സരിച്ചത്. ഈ 10 സീറ്റിൽ 2 മാത്രമാണ് ജോസഫ് വിഭാഗത്തിന് ജയിക്കാൻ കഴിഞ്ഞത്. മോൻസ് ജോസഫ് കടത്തുരുത്തിയിലും തൊടുപുഴയിൽ PJ ജോസഫ്. അപ്പോൾ അവരുടെ സ്ട്രൈക്ക് റേറ്റ് വളരെ മോശമാണ്. അപ്പോൾ സ്ട്രൈക്ക് റേറ്റ് നോക്കുകയാണെങ്കിൽ UDF ഘടകകക്ഷികളിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഇവർക്കാണ്, മുസ്ലിം ലീഗിനാണ്. മുസ്ലിം ലീഗ് ആണ്ട് 25 സീറ്റിൽ മത്സരിക്കുകയും 15-16 സീറ്റിൽ ജയിക്കുകയും ചെയ്തു. ഏറ്റവും കുറഞ്ഞ സ്ട്രൈക്ക് റേറ്റുള്ള RSPക്കാണ് 5 സീറ്റിൽ മത്സരിച്ച് 5 സീറ്റിലും തൂക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ സ്ട്രൈക്ക് റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ലീഗിന് കൂടുതൽ സീറ്റ് കൊടുത്താൽ അവർ കൂടുതൽ സീറ്റ് ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല, അവർ പരമ്പരാഗത സീറ്റ് ജയിച്ചുകൊണ്ടിരിക്കുന്ന സീറ്റുകൾ അവർ തന്നെയാണ് ജയിക്കുക. കൂടുതൽ കിട്ടിയാൽ കൂടുതൽ ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. ജോസഫ് ഗ്രൂപ്പിൻ്റെ പ്രശ്നം, ജോസഫ് ഗ്രൂപ്പ് ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും കോട്ടയം, ഇടുക്കി ജില്ലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷേ 2021 പ്രകടനവുമായി താരതമ്യം ചെയ്യുമ്പോൾ ആ സീറ്റുകളിൽ ഇനി ജയിച്ചു വരാൻ കേരള കോൺഗ്രസ് ജോസഫിന് കഴിയുമോ? കാരണം കഴിഞ്ഞ പ്രാവശ്യം 2021 10 സീറ്റിൽ മത്സരിച്ച് 2 മാത്രമേ ജയിച്ചുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണം, ഇപ്പോൾ അരുൺ പറഞ്ഞതുപോലെ കോതമംഗലം സീറ്റ് ഉറച്ച UDF കോട്ടയായിരുന്നു ഒരു കാലത്ത്. 2011 മുതൽ ആ സ്വഭാവം മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ച് ഷിബു തെക്കുംപുറം എന്ന് പറയുന്ന ഒരു ഫിലിം പ്രൊഡ്യൂസറായിട്ടുള്ള ഒരു കേരള കോൺഗ്രസ് നേതാവാണ്. അപ്പോൾ അദ്ദേഹം ഈ തവണ മത്സരിക്കുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹം എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അവിടെ ചാരിറ്റി പ്രവർത്തനം നടത്തുകയോ എൻ്റെ നാട് എന്നൊരു പ്രൊജക്റ്റ് കൊണ്ടുവരികയോ അങ്ങനെ എന്തൊക്കെയോ പരിപാടികൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണം എന്ന് കോൺഗ്രസിനകത്ത് അതിശക്തമായ വാദമുണ്ട്. കോൺഗ്രസ് ഏറ്റെടുത്താൽ അത് ജയിക്കാൻ സാധ്യതയുള്ളൊരു സീറ്റാണ്. കാരണം കോൺഗ്രസ് നല്ല ശക്തിയുള്ള സ്ഥലമാണ്. അത് ഏറ്റെടുക്കണം എന്നുള്ളൊരു വാദം അവിടെയുണ്ട്. അപ്പോഴാണ് ഈ പറയുന്ന ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ ജോസഫ് നിശ്ചയിക്കണം എന്ന് കോൺഗ്രസ് അവരോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ പറയുന്ന കോതമംഗലം പോലുള്ള സീറ്റുകളിൽ, മറ്റ് സീറ്റുകളിൽ മുമ്പ് ഇപ്പോൾ കുട്ടനാട് ഒക്കെ പോലുള്ള സീറ്റുകളിൽ ജോസഫിന് ജയസാധ്യതയുള്ള സ്ഥാനത്തിൽ നിർത്താൻ പറ്റുമെന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, ഈ ജോസഫ് ഗ്രൂപ്പിൽ PJ ജോസഫ് കഴിഞ്ഞാൽ അതിൽ നേതാക്കളെന്ന് പറയാവുന്ന അറിയപ്പെടുന്ന ആളുകൾ വളരെ കുറവാണ്. അപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ മകനാണ് ഇനിയിപ്പോൾ ആ പാർട്ടിയുടെ ഇപ്പോൾ കോർഡിനേറ്ററായിട്ട് നിയുക്തനായിട്ടുള്ളത്. അദ്ദേഹം പോലും രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത ആളാണ്. അദ്ദേഹത്തെ പോലും അങ്ങനെ ഒരു ജനകീയനായ ഒരു ആളെന്ന് പറയാൻ കഴിയില്ല. അങ്ങനെയാണ് അതിൻ്റെ ഒരു അവസ്ഥ. അപ്പം അത്തരം ആളുകളെ ഈ സീറ്റിൽ മത്സരിപ്പിച്ച് UDFനുള്ള സാധ്യത കളയരുത് എന്നാണ് കോൺഗ്രസിൻ്റെ ആവശ്യം. പക്ഷേ അതിനുവേണ്ടി ഒരു സമ്മർദ്ദം ചെലുത്തി ജോസഫിനെ പിണക്കാൻ കോൺഗ്രസ് തയ്യാറാവും എന്ന് തോന്നുന്നില്ല. അതിൻ്റെ കാരണം UDFിലെ ഘടകകക്ഷികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണ് ജോസഫ്. മാത്രവുമല്ല, മാണി വിഭാഗം LDFിൽ തുടരാൻ സാധ്യതയുള്ളതുകൊണ്ട് കേരള കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട കഷണം UDFിൽ വേണമെന്ന് കോൺഗ്രസിന് നിർബന്ധമുണ്ടാവും. അവരെ പിണക്കിക്കൊണ്ട് ഒരു സീറ്റ് ചർച്ച വരില്ല. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് അവരെ അനുനയിപ്പിച്ചുകൊണ്ട് കുറേ അർത്ഥത്തിൽ കുറേ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് അവർ തയ്യാറാണ്. മറ്റ് ചില സീറ്റുകൾ കൊടുത്തോ ജയസാധ്യതയുള്ള സീറ്റുകളിൽ ജോസഫ് ഗ്രൂപ്പിന് ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളില്ലെങ്കിൽ ആ സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുത്തുകൊണ്ട് മറ്റ് സീറ്റുകൾ കൈമാറാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. കാരണം അത്രയും സ്ട്രൈക്ക് റേറ്റ് കുറവായതുകൊണ്ടാണ്, ജോസഫ് ഗ്രൂപ്പിന് അത്രയും സ്ട്രൈക്ക് റേറ്റ് കുറവായതുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ ജോസഫ് ഗ്രൂപ്പിന് കുറേ കൂടി വാദിക്കാം. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ
ഇത്രയധികം സീറ്റുകൾ നേടി. അവർക്ക് നല്ല സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ആ സ്ട്രൈക്ക് റേറ്റ് ജോസഫ് ഗ്രൂപ്പിനുള്ള അതിൻ്റെ സ്ഥാനാർത്ഥികളുള്ള സ്ട്രൈക്ക് റേറ്റ് ആണോ അതല്ല, അത് UDF അനുകൂല തരംഗത്തിൽ ജോസഫ് രക്ഷപ്പെട്ടു പോയതാണെന്നുള്ള മറ്റു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. കാരണം അതുപോലൊരു തകർന്നടിയിലായിരുന്നു മാണി വിഭാഗത്തിനുണ്ടായത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് 1000-ലധികം സീറ്റുകളിൽ അവർ മത്സരിച്ചിട്ടും അവർക്ക് ജോസഫ് വിഭാഗത്തേക്കാൾ പുറകിൽ പോകേണ്ടി വന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ച് വലിയൊരു തകർച്ചയാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ജോസഫ് ഗ്രൂപ്പിനുള്ള വോട്ടാണോ അതല്ല UDFന് കോൺഗ്രസിനൊക്കെ ഉള്ള വോട്ടാണോ എന്നുള്ളൊരു തർക്കമാണ്. പക്ഷെ അത് രമ്യമായി പരിഹരിക്കാനായിരിക്കും കോൺഗ്രസ് ശ്രമിക്കുക. കാരണം ജോസഫിനെ പിണക്കിക്കൊണ്ടൊരു പരിഹാരത്തിലേക്ക് അവർ പോകുന്നു കരുതാൻ വയ്യ. അതാണ് നിഷാദ്. അപ്പം ഈ 10 കൊടുത്തതിൽ ജയിക്കാനായത് 2 സീറ്റിൽ മാത്രമാണ്. അപ്പോൾ കുട്ടനാട് പോലെയുള്ള ജയിക്കാൻ സാധ്യതയില്ലാത്ത സീറ്റുകൾ ഞങ്ങൾക്ക് തരൂ എന്ന് കോൺഗ്രസ് പറഞ്ഞാൽ അതിൽ ന്യായമുണ്ടോ? ന്യായമുണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ തവണ 10 സീറ്റ് കൊടുത്തതിൽ 2 ജയിച്ചുള്ളൂ. പക്ഷേ ഒരു സീറ്റിലും ജയിക്കാത്ത പാർട്ടി ആ ഘടകകക്ഷി അതിനകത്തുണ്ട് എന്ന് കാര്യം ഓർക്കണം. കോൺഗ്രസ് വിചാരിച്ചത്രയും സീറ്റ് ജയിച്ചില്ലല്ലോ. രണ്ടാമത്തെ തവണയും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണി ആകമാനം തോറ്റുപോവുകയും കൂടുതൽ സീറ്റുമായിട്ട് പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരികയും ചെയ്തൊരു പ്രത്യേക സിനാരിയോയാണ്. ആ സിനാരിയോയിൽ കോൺഗ്രസിൻ്റെ വീഴ്ചയുടെ തോത് കേരള കോൺഗ്രസിൻ്റെ തോത് ഒക്കെ എടുത്തു നോക്കണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അന്ന് ഞങ്ങൾ തോറ്റത് ഞങ്ങൾ മാത്രമല്ല എന്ന് ജോസഫിന് പറയാൻ കഴിയും എന്നൊരു പോയിന്റ് അവിടെ ഉണ്ട്. രണ്ടാമത്തെ കാര്യം, ലോക്കൽ ബോഡി ഇലക്ഷനിലാണ് നമ്മുടെ ആത്മവിശ്വാസമെങ്കിൽ ലോക്കൽ ബോഡി ഇലക്ഷൻ ഞങ്ങൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെന്ന് പറയാൻ ജോസഫിന് കഴിയും. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ഇവിടെ കേരള കോൺഗ്രസിനെ മൂന്നാമത്തെ അവരുടെ ഈഗോ ഹർട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യമൊന്നും, ഞങ്ങളൊരു കക്ഷിയായിട്ട് ഇവിടെ നിൽക്കുന്നു. കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ ശരിക്കുള്ള പേര് ഞങ്ങളുടെയാണ്. ജോസഫ് സാറിനെ പോലെ ഒരു മുതിർന്ന നേതാവ് അതിന് ലീഡറായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ മാണി ഗ്രൂപ്പിനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. മാണി ഗ്രൂപ്പിന് അകമഴിഞ്ഞ പിന്തുണ കൊടുക്കുന്നു, വരൂ എന്ന് സ്വാഗതം ചെയ്യുന്നു, വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു പറയുന്നു. അപ്പോൾ നമ്മളാരാണ് എന്ന് ചോദിക്കുന്നു. എന്നിട്ട് മാത്രമല്ല, ഞങ്ങൾ ജയിക്കാൻ പ്രാപ്തിയില്ലാത്തൊരു പാർട്ടിയാണ്, ഞങ്ങളുടെ സീറ്റൊക്കെ വെട്ടിക്കുറയ്ക്കുക, എന്നിട്ട് മാണി ഗ്രൂപ്പിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ ഈഗോ ആ പാർട്ടിയെ ബാധിച്ചിട്ടുണ്ട്. അതാണ് ഇന്നത്തെ നിർണായകമായിട്ടുള്ള അവരുടെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് മുന്നോടിയായി തന്നെ അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഏതെങ്കിലും ഒരു കക്ഷിയുടെ പ്രത്യേകമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഫലമല്ല കാറ്റുമാറി വീശിയതിൽ എല്ലാവർക്കും പങ്കാളിത്തമുണ്ട്, അതിൽ ഞങ്ങൾക്കുമുണ്ട് എന്നാണ് PJ ജോസഫ് പറയുന്നത്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. ഇപ്പോൾ മധ്യ കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ പൊതുവികാരണം ഏറ്റുമാനൂരിൽ PJ ജോസഫിൻ്റെ പാർട്ടി മത്സരിച്ചാൽ ജയിക്കത്തില്ല, ചങ്ങനാശ്ശേരിയിൽ അവർ മത്സരിച്ചാൽ ജയിക്കില്ല, കുട്ടനാട്ടിൽ അവർ മത്സരിച്ചാൽ ജയിക്കില്ല. അവിടെയൊക്കെ മത്സരിക്കുന്നത് അപ്പുറത്ത് മാണി ഗ്രൂപ്പാണ്. മാണി ഗ്രൂപ്പിനോട് ഫൈറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള അത്രയും പ്രോമിനൻ്റ് ആയിട്ടുള്ള അത്രയും പോപ്പുലർ ആയിട്ടുള്ള ജനകീയരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ പോലും അവർക്കവിടെ നിർത്താനില്ല. കോൺഗ്രസിനാണെങ്കിൽ അവിടെ ആ സീറ്റ് മോഹമായിട്ട് കാത്തിരിക്കുന്ന മനുഷ്യന്മാരുണ്ട്. ഇപ്പോൾ ഏറ്റുമാനൂർ അവിടുത്തെ നാട്ടകം സുരേഷ് മത്സരിക്കും എന്ന് പറയുന്നു, അദ്ദേഹം അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. അപ്പോൾ കോൺഗ്രസിന് ആ സീറ്റിൽ മത്സരിച്ചാൽ ജയിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. ആ സീറ്റുകൾ കോൺഗ്രസ് മത്സരിച്ചാൽ ഒരുപക്ഷെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തേക്കാൾ നല്ല ഫൈറ്റ് കൊടുക്കാൻ പറ്റുകയും ചെയ്യും. ആ സീറ്റുകൾ പക്ഷേ തിരിച്ചെടുക്കാനും കഴിഞ്ഞേക്കും. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് ആ സീറ്റ് വേണമെന്ന് ആവശ്യപ്പെടുന്നതിൽ തെറ്റൊന്നും പറയാനില്ല. കാരണം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പോയതിന് ശേഷം വന്ന അടർന്നു നിൽക്കുന്ന ഒരു പോർഷനിലേക്ക് വേണ്ടി മാത്രമാണ് ഈ 10 സീറ്റ് കൊടുത്തിരിക്കുന്നത്. PJ ജോസഫിൻ്റെ പാർട്ടിയുടെ ഒരു പെനട്രേഷൻ ലെവൽ എടുത്ത് നോക്കിയാൽ അതിന് 10 സീറ്റ് അങ്ങനെ ചോദിക്കാൻ പറ്റുന്ന എനിക്ക് സംശയമാണ്. അതിൻ്റെ ഒരു ഏരിയ PJ ജോസഫിൻ്റെ പാർട്ടിയുടെ ഏരിയ തൊടുപുഴ, കടുത്തുരുത്തി, ഇടുക്കി അവിടെ കിടക്കുന്ന ഒന്നാണ്. അതിനപ്പുറത്തേക്ക് പോയി ചങ്ങനാശ്ശേരി, ഏറ്റുമാനൂർ, കുട്ടനാട് അങ്ങനെ ആ പാർട്ടി അങ്ങനെ വളർന്നു കിടക്കുന്ന പാർട്ടി. അതിനേക്കാളും കൂടുതൽ പെനട്രേഷനുള്ള പാർട്ടി ശരിക്കും മാണി ഗ്രൂപ്പാണ്. അപ്പം മാണി ഗ്രൂപ്പ് മത്സരിക്കുന്ന എല്ലായിടത്തും ജോസഫിനും സീറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് ലോജിക്കലി ശരിയല്ല. പിന്നെ ഒരു മുന്നണി അക്കമഡേഷൻ്റെ ഭാഗമായിട്ട് അവിടെ എല്ലാം സീറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ലോജിക്കലി അവർക്ക് എന്തുമാത്രം സ്വാധീനമുണ്ട്, ആർക്കാ സ്വാധീനം കൂടുതൽ? കോൺഗ്രസിനാണെങ്കിൽ ആ സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ട്രാറ്റജി. ആ സ്ട്രാറ്റജി പക്ഷേ ഇവരുടെ ഈഗോയെ ഹർട്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. അവരുടെ ഈഗോ ഹർട്ടായിട്ടുണ്ട്. അവർ പറഞ്ഞത് ഞങ്ങൾ തീരെ പോരാ എന്നൊരു മൂഡാണ് നിങ്ങൾക്ക്, അത് ശരിയല്ലല്ലോ എന്നാണ്. അപ്പോൾ അതിനകത്ത് കോൺഗ്രസ് എനിക്ക് തോന്നുന്ന ഒരു സമവായം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഈ കുട്ടനാട്, ഏറ്റുമാനൂർ സീറ്റുകളുടെ കാര്യത്തിലൊക്കെ ഒരു സമവായത്തിലേക്ക് എത്തുകയും ജോസഫ് ഗ്രൂപ്പ് തന്നെ ഞങ്ങൾ വേണമെങ്കിൽ വിഡ്രോ എന്നുള്ള മൂഡിലാണുള്ളതെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ അത് പരസ്യമായിട്ട് സമ്മതിച്ചിട്ടില്ല. അവർ പറഞ്ഞ് ലീഗിൻ്റെ സീറ്റൊന്നും എടുക്കുന്നില്ല, നമ്മുടെ എന്നാൽ എടുക്കുന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം, കോൺഗ്രസ് ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമുണ്ട് എന്ന് കോൺഗ്രസിന് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഇത്ര ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം ആ ആത്മവിശ്വാസം എന്ന് പറയുന്നത് കോൺഗ്രസിന് മാത്രം കിട്ടുന്ന പിന്തുണയൊന്നുമല്ലോ, UDFന് കിട്ടുന്ന പിന്തുണയായിരിക്കും. ആ മുന്നണിക്ക് അനുകൂലമായിട്ടൊരു തരംഗം കേരളത്തിൽ ആഞ്ഞു വീശിയാൽ കുട്ടനാട്ടിൽ അവർക്ക് ജയിക്കാം, അവർക്ക് ചങ്ങനാശ്ശേരി ജയിക്കാം, അവർക്ക് ഏറ്റുമാനൂർ ജയിക്കാം, എല്ലായിടത്തും ജയിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നേരത്തെ അജിംസ് പറഞ്ഞ പോലെ ഒരു തർക്കം ഉണ്ടാക്കാൻ, ഒരു സംഘർഷം ഉണ്ടാക്കാൻ അതിൽ പറ്റില്ല. കാരണം ഒന്നാമത് മാണി ഗ്രൂപ്പ് വന്നിട്ടില്ല. മധ്യ കേരളത്തിലെ പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യൻ മെജോറിറ്റി മേഖലയിൽ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ അവമതിക്കുകയാണ്. ലീഗിൻ്റെ ഒരു സീറ്റും എടുത്തിട്ടില്ല, കേരള കോൺഗ്രസ് സീറ്റ് എടുക്കുന്നു എന്നൊക്കെയുള്ള കഥ അപ്പുറത്തുനിന്ന് വരികയും അത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് നല്ല ഭയപ്പാട് കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ്സിന് പരസ്യമായി പ്രഷർ ചെയ്യാൻ കഴിയാത്ത ഒരു പരിമിതാവസ്ഥ അതിനകത്തുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, UDF ചെയ്യേണ്ട ഒരു കാര്യം, അങ്ങോട്ടും ഇങ്ങോട്ടും അവരത് ഒരു അഡ്ജസ്റ്റ് ചെയ്യുക, ഒരു മീറ്റിംഗ് പോയിന്റ് എത്തുകയും വേണം. കാരണം അങ്ങനെ എല്ലാ സീറ്റിലും മത്സരിക്കാൻ കേപ്പബിലിറ്റി ഉള്ള പാർട്ടിയാണ് ജോസഫ് ഗ്രൂപ്പ് എന്ന് വിചാരിക്കാൻ വയ്യ. കോൺഗ്രസിന് മത്സരിക്കുന്ന സ്ഥലത്ത് കോൺഗ്രസ് മത്സരിക്കുന്നതായിരിക്കും അവരുടെ മുന്നണിക്ക് മൊത്തത്തിൽ ഗുണപരമാവുക. അതിന് കരുക്കൾ നീക്കി വെച്ച് ഒരു കൃത്യം പോയിന്റ് ഉണ്ടാക്കണം അവർ ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം.
അതാണ് ഈ പിണങ്ങി നിൽക്കുന്ന ആളുകളെ പിണക്കാതെ തന്നെ ഏത് രീതിയിൽ അനുനയിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രധാനം. ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേവലം മാസങ്ങൾ മാത്രം മുന്നിൽ നിൽക്കുമ്പോൾ കോൺഗ്രസ് ക്യാമ്പ് അതിനെ ഏത് രീതിയിൽ നേരിടും എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്.